ഒരു ഒപ്പീനിയനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെയധികം തെറ്റായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഡയറ്റ് ആണ്, ഒന്ന് സെയിലാണ്. അപ്പം ഞാൻ സെയിലിനെ പറ്റിയിട്ട് ആദ്യം പറയാട്ടോ. ഈ ക്രിസ്മസ്, ഓണം, ബക്രീദൊക്കെ വരുമ്പോൾ നമ്മൾ കടകളുടെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, സെയിലിന് നല്ല വലിയ അക്ഷരത്തിൽ റെഡ് കളറിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ദിവസം മാത്രമേ ഇവർ സെയിൽ ചെയ്യണുള്ള കടയിൽ, ബാക്കി ദിവസമൊക്കെ അവരെന്താ ചെയ്യുന്നത്? സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വിൽപ്പന അല്ല. ഈ കടകളിൽ അവര് കൊല്ലത്തിൽ 365 ദിവസവും വിൽപ്പനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്കത് വേണമെന്നുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് പ്രൈസ് സെയിൽ എന്ന് പറയും, ആദായ വിൽപ്പന എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി വയ്ക്കാം. ഇത് ജസ്റ്റ് സെയിൽ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അത് കാണുമ്പോൾ ഓടും. ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഇവിടെ ഒരു സെയിലിന് പോയത് ഓർക്കുന്നുണ്ട്. ഇവിടെ ബോക്സിംഗ് ഡേ സെയിലുണ്ട്, ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം. അപ്പോൾ രാവിലെ ഒരു 5 മണിക്കൊക്കെ ആൾക്കാർ തണുപ്പത്ത് കടയുടെ മുന്നിലൊക്കെ നല്ല ക്യൂ ആയി നിന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, അതോടുകൂടി എനിക്ക് മതിയായി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ തിക്കി തിരക്കി കടയുടെ ഉള്ളിലേക്ക് കയറും. അത് കഴിഞ്ഞ് കണ്ണിൽ കണ്ടതൊക്കെ ഇങ്ങോട്ട് എടുത്ത് ട്രോളിയിലേക്ക് ഇടും. സൈസ് നോക്കണുണ്ടാവില്ല, അതിൻ്റെ പാറ്റേണോ കളറോ ഇഷ്ടപ്പെട്ടൊന്നോ ഒന്നും നോക്കണില്ല. ജസ്റ്റ് കിട്ടിയതൊക്കെ കുട്ടികളുടെ കുറേ ഡ്രസ്സ്, നമ്മുടെ കുറേ ഡ്രസ്സ് അങ്ങനെയൊക്കെയായിട്ട് വലിച്ചിടും. പിറ്റേ ദിവസം ആ കടയിൽ ചെന്ന് നോക്കിയല്ല, ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടെ പോയിട്ട് റിട്ടേൺ ചെയ്യണ്ടാവും. കാരണം ഞാൻ പറഞ്ഞ പോലെ അവർ സൈസോ നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്നോ ഒന്നും നോക്കണില്ല. ജസ്റ്റ് അതിൻ്റെ പ്രൈസ് മാത്രം നോക്കി, ഇത്രയ്ക്കേ ഉള്ളൂ ഇതിനെന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ സെയിലിന് പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം അതാണ്, പിന്നീട് നമുക്ക് പണി കിട്ടും. കാരണം വൺ സൈസ് ഡസൻ ഫിറ്റ് ഓൾ എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾക്ക് മാച്ച് ആവാത്ത സൈസ് ആയിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കളറായിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത പാറ്റേൺ ആയിരിക്കാം, നമുക്ക് സൂട്ട് ആവാത്ത ഡ്രസ്സായിരിക്കാം. അപ്പോൾ അത് നമ്മൾ പിന്നീട് അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതേ പറഞ്ഞ പോലെ തന്നെയാണ് ഡയറ്റിൻ്റെ കാര്യം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്നത് എന്താണ്? നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിനെയാണ് നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഒരാൾ ക്ഷീണിച്ചിരിക്കുന്ന കണ്ട് നമ്മളപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഡയറ്റിലാണോ? അപ്പോൾ ചോദിക്കുന്ന ആൾ ഡയറ്റിലല്ലേ, ചോദിക്കുന്ന ആളൊന്നും കഴിക്കാറില്ലേ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫുഡ് കൺട്രോളിലാണോ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് കൺട്രോളിലാണോ, റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആണോ, അങ്ങനെ നമുക്ക് ചോദിക്കാം. അതല്ലാണ്ട് നിങ്ങൾ ഡയറ്റിലാണോ അല്ലെങ്കിൽ ഞാൻ ഡയറ്റിലാണ് എന്ന് പറയുന്നതിൽ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ സെയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഡയറ്റിൻ്റെ കാര്യം. നമ്മളിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ നോക്കിയാൽ പലരുടെയും ഡയറ്റ് വീഡിയോസ് കാണാം അല്ലേ. അതായത് അവർ ഇന്ന ഭക്ഷണം കഴിച്ചു, ഇന്നത് കഴിച്ചില്ല, ആ എക്സസൈസ് ചെയ്തു, ഈ എക്സസൈസ് ചെയ്തില്ല. വെയിറ്റ് കുറയ്ക്കാനായിട്ട് കുറേ നാളായിട്ട് കഷ്ടപ്പെടുന്നവർ, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ വീഡിയോസ് കാണുമ്പോൾ കുറേ പേരൊക്കെ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഈ സെയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഡയറ്റ് എനിക്ക് സൂട്ടബിൾ ആണോ, എൻ്റെ ബോഡിക്ക് സൂട്ടബിൾ ആണോ, എൻ്റെ ലൈഫ് സ്റ്റൈലിന് സൂട്ടബിൾ ആണോ എന്നൊന്നും ആലോചിക്കാതെയാണ് നമ്മൾ കാണുന്ന ഒരു ഡയറ്റിൻ്റെ പുറകിലേക്ക് പോകാറുള്ളത്. അതുകൊണ്ടുണ്ടാവുന്ന കുഴപ്പം എന്താണ്? എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ഇവർ പറയുന്ന ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. പണ്ട് ഞാൻ ഇതുപോലെ ഒരു ബിക്കിനി ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ്. അത് ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ആ ഡയറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഫ്രിഡ്ജ് ഫുള്ളാവും. നമ്മൾ നോർമലി വാങ്ങിക്കാത്ത സാധനങ്ങളൊക്കെയാണ് ആ ഡയറ്റിൻ്റെ ഉള്ളിൽ അവർ കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും, കുറേ പൈസ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് എനിക്കത് സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് നാൾ ഞാൻ ചെയ്തു, അത് കഴിഞ്ഞ് നമുക്ക് അതങ്ങോട്ട് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഡയറ്റായിരുന്നു. അങ്ങനെ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, എൻ്റെ വെയിറ്റൊക്കെ തിരിച്ചു വരികയും ചെയ്തു. ഈ പറഞ്ഞ പോലെ തന്നെയാണ് മിക്ക ആൾക്കാരുടെയും കാര്യം. നമ്മൾ ആരെങ്കിലും ഒരാൾ ആ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ നല്ല അതിൻ്റെ പുറകിലോട്ട് പോകും. അവർ ചെയ്ത കാര്യങ്ങളും അവർ കഴിച്ച ഫുഡും ഒക്കെ നമ്മളും ഫോളോ ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ആലോചിക്കുന്നില്ല, അത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണോ, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നമ്മൾ ആലോചിക്കാണ്ടിയാണ് നമ്മൾ മിക്കതും ഇത് ചെയ്യുന്നത്. സെയിലിൽ നമ്മൾ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് താമസിയാതെ റിട്ടേൺ ചെയ്യേണ്ടി വരുന്ന പോലെ തന്നെ ഈ വേറെ ആൾക്കാരുടെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾക്കും അത് ഒരു സമയത്ത് റിട്ടേൺ ചെയ്യേണ്ടി വരും. നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക്, നമ്മളുടേതായ ഇഷ്ടങ്ങളിലേക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം സെയിൽ, ഡയറ്റ് എന്നുള്ള വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് വായ കൊണ്ട് പറയുമ്പോൾ മാത്രമല്ല, അത് നമ്മൾ ചെയ്യണ സമയത്ത്, സെയിലിന് പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ആലോചിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്നതാണോ, എനിക്ക് സൂട്ടബിൾ ആണോ ഈ ഡയറ്റ്, എനിക്ക് സൂട്ടബിൾ ആണോ ഈ സെയിൽ ഐറ്റം എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം അത്
സ്വന്തമാക്കി എടുക്കുക, അത് കണ്ടിന്യൂ ചെയ്തു പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.